Lyrical Ballads, paragraph number 18 onwards, explanation. To this knowledge which all men carry about with them, and to these sympathies in which, without any other discipline than that of our daily life, we are fitted to take delight, the poet directs his attention. എല്ലാതരം ആൾക്കാരിലും ഒരു പൊതു നോളജ് സിമ്പതീസ് ഉണ്ട്. അപ്പോൾ ഈ ഡിലൈറ്റാണ് പോയറ്റിൻ്റെ അറ്റൻഷൻ സ്പോട്ട് എന്നാണ്. അപ്പോൾ ഓൾ മെൻ ക്യാരി അബൌട്ട് വിത്തിൻ ദം ഈ സിമ്പതീസ് ഇൻ വിച്ച് വിത്തൗട്ട് എനി അതർ ഡിസിപ്ലിൻ ദാൻ ദാറ്റ് ഓഫ് അവർ ഡെയിലി ലൈഫ്. അപ്പോൾ മറ്റുള്ളതിൽ നിന്നൊന്നുമല്ല, വേറൊന്നുമല്ല, നമ്മൾ നേരിട്ട് കാണുന്ന ഡെയിലി ലൈഫ്, അതിൽ നിന്നാണ് ശരിക്കും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, അതിൽ നിന്ന് കിട്ടുന്ന ഡിലൈറ്റ്. അപ്പം അതാണ്, അതിലേക്കാണ് ഒരു പോയറ്റ്, നല്ല ഒരു പോയറ്റ് അവരുടെ അറ്റൻഷൻ അങ്ങോട്ടേക്കാണ് ഡയറക്റ്റ് ചെയ്യേണ്ടതാണ്. പോയറ്റ് കൺസിഡേഴ്സ് man and nature as essentially adapted to each other, and the mind of man as naturally the mirror of the fairest and most interesting properties. അപ്പോൾ മാനും നേച്ചറും തമ്മിലൊരു നല്ല ഒരു തരത്തിലൊരു അഡാപ്റ്റഡ് ആണ് എന്നും അല്ലെങ്കിൽ ഒരു ഹാർമോണി ഉണ്ട് എന്നും, അതുമാത്രമല്ല മൈൻഡ് ഓഫ് മാൻ ആസ് നാച്ചുറലി ദ മിറർ ഓഫ് ദി ഫെയറസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് നേച്ചർ. നേച്ചറിൻ്റെ ഏറ്റവും നല്ല പ്രോപ്പർട്ടീസൊക്കെയും ഈ മനുഷ്യൻ്റെ മനസ്സ്, അതാണ് ഒരു കണ്ണാടിയായിട്ട് അവിടെ വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അത് അത്രയും ഇപ്പം ഒന്ന് മറ്റൊന്നിൻ്റെ റിഫ്ലക്ഷൻ ആവുക എന്ന് പറയുമ്പോൾ വി നോ ദ ഹാർമോണിയസ് ബീയിങ് ഓഫ് ദ ടുഗെദർനെസ്. അപ്പോൾ അതുപോലെയാണ് ഈ രണ്ട് കാര്യങ്ങൾ, മാനും നേച്ചറും തമ്മിലൊരു ഒരു ഇൻട്രിൻസിക് റിഥം പറയുന്നത്. പോയറ്റ് കോൺവേഴ്സസ് വിത്ത് ജനറൽ നേച്ചർ, ദ നോളജ് ബോത്ത് ഓഫ് ദി പോയറ്റ് ആൻഡ് ദ മാൻ ഓഫ് സയൻസ്. അപ്പോൾ ഇനി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോയറ്റ് എന്താണ്, ജനറൽ നേച്ചറിനെ പറ്റിയാണ് കൂടുതൽ പറയുക. ഒരു നോളജ് ഓഫ് ദി പോയറ്റ്, അതും ഒരു മാൻ ഓഫ് സയൻസ്, അത് തമ്മിലുള്ള കുറച്ച് ഡിസ്റ്റിങ്ഷൻസ് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയാം. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ നോളജ് ഓഫ് പോയറ്റ് ക്ലീവ്സ് ടു അസ് ആസ് എ നെസസറി പാർട്ട് ഓഫ് അവർ എക്സിസ്റ്റൻസ്, അവർ നാച്ചുറൽ അൺഅലീനബിൾ ഇൻഹെറിറ്റൻസ്. അതായത് ഒരു പോയറ്റിൻ്റെ നോളജ് എന്നുള്ളത് ഒരു തരം വല്ലാത്തൊരു നെസസിറ്റി ആയിട്ട്, എക്സിസ്റ്റൻസിൻ്റെ തന്നെ ഒരു പാർട്ടായിട്ടാണ് തോന്നുക. അവർ നാച്ചുറൽ അൺഅലീനബിൾ ഇൻഹെറിറ്റൻസ്, അതായത് ഒരിക്കലും നമുക്ക് എലീനേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇൻഹെറിറ്റൻസ്, ഇറ്റ് കംസ് വിത്ത് അസ് എന്നുള്ള പോലത്തെ അങ്ങനത്തെ ഒരു നോളജാണ് പോയറ്റിൻ്റെ നോളജായിട്ട് തോന്നുക. അതേസമയം ഒരു മാൻ ഓഫ് സയൻസ് ആണെങ്കിൽ പേഴ്സണൽ ഇൻഡിവിജ്വൽ അക്യൂസിഷൻ, സ്ലോ ടു കം ടു അസ് ബൈ നോ ഹാബിച്വൽ ഡയറക്റ്റ് സിമ്പതി കണക്റ്റിംഗ് അസ് വിത്ത് അവർ ഫെലോ ബീയിങ്സ്. ഈ ഒരു മാൻ ഓഫ് സയൻസ് അത് എക്യൂസിഷനാണ്, അതായത് പേഴ്സണൽ ഇൻഡിവിജ്വൽ എക്യൂസിഷനാണ്. അതിലൊരിക്കലും നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസിൽ നിന്നൊരു പർട്ടിക്കുലർ അത് റെയറായിട്ടായിരിക്കും ചിലപ്പോൾ. ഇപ്പം ഒരു ആപ്പിൾ തലയിൽ വീഴുമ്പോൾ തിയറി വരും. അപ്പോൾ അത് പക്ഷേ ബാക്കി എവിടെയും അത് സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. അതൊരിക്കലും ഇപ്പം സ്വന്തം വീട്ടിൻ്റെ മുറ്റത്തോട്ട് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു തരത്തിലുള്ള നോളജോ അല്ലെങ്കിൽ അതിൽ നമുക്ക് വല്ലാത്തൊരു സെൻസ് ഓഫ് ടച്ച് തോന്നുന്ന ഒരു ഫീൽ, അത് അങ്ങനത്തെ ഒരു സാധനം അവിടെ ലാക്കില്ല. പിന്നെ അടുത്തത് പോയറ്റിൻ്റെ കേസിൽ സിംഗിങ് എ സോങ് ഇൻ വിച്ച് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ജോയിൻ with him, rejoices in the presence of truth as one visible friend and early companion. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു എന്താ പറയുക, സിംഗിങ് എ സോങ് ഇൻ വിച്ച് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ജോയിൻ. എനിക്ക് തോന്നുന്നത് എല്ലാവരും എൻ്റെ ഈ ഒരു സോങ് സിംഗിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു റിജോയ്സിങ് ആണ് അവിടെ. എന്താണ്, ഇൻ ദ പ്രസൻസ് ഓഫ് ട്രൂത്ത്, ഒരു പ്രൊഫൗണ്ട് ട്രൂത്ത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുവാണ്, ഒരു വിസിബിൾ ഫ്രണ്ട്, അവേർലി കമ്പാനിയനൊക്കെ കാണുന്ന പോലെയാണ് പിന്നെ ഓരോ കാര്യങ്ങളെയും ഒരു പോയറ്റ് അപ്രോച്ച് ചെയ്യുന്നത്. അത് തനിക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും ഒരു നല്ല പോസിറ്റീവ് സെൻസിൽ എടുത്തുകൊണ്ട്, പോസിറ്റീവ് ഇനിയിപ്പം അത്രയും പ്രശ്നങ്ങളുള്ള ചിലപ്പം സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോറോ ഇവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ എന്തിലും ഒരു തരത്തിലൊരു നാച്ചുറൽ ടച്ച് കൊടുക്കാൻ ഒരു പോയറ്റിന് പറ്റും. ഇനി സീക്സ് ട്രൂത്താണ്. മാൻ ഓഫ് സയൻസ് സീക്സ് ട്രൂത്ത് ആസ് എ റിമോട്ട് അൺനോൺ ബെനിഫാക്ടർ cherishes and loves it in his solitude. അത് ഒരു തരത്തിൽ എന്താണ്, ഒരു അൺനോൺ ബെനിഫാക്ടർ, ആസ് എ റിമോട്ട് ആൻഡ് അൺനോൺ ബെനിഫാക്ടർ. അതായത് ആ
ബെനിഫിഷ്യറി ആണ്, അല്ലെങ്കിൽ അതൊരു അൺനോൺ പ്രോസസ്സ്. അതായത് ഒരു പോയറ്റിൻ്റെത് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഓപ്പൺ ആയിരിക്കും. പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാൻ ഓഫ് സയൻസ്, അയാൾക്ക് കിട്ടുന്ന ട്രൂത്തും അതിൽ നിന്ന് വരുന്ന എൻജോയ്മെൻറ്റും ഒന്നും ചിലപ്പോൾ അത് ഇറ്റ് മെ നോട്ട് ബി ഓപ്പൺ. അതുകൊണ്ട് തന്നെ ഒരു സോളിറ്റ്യൂഡിൽ ചിലപ്പോൾ അയാൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ ഒറ്റക്കൊറ്റക്കാണ് അതിൻ്റെ എൻജോയ്മെൻറ്റ്സ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ പോയറ്റ്സ് പ്ലഷർ ഓർ ദ പ്ലഷർ ദാറ്റ് ക്യാൻ ബി ഗിവൺ ഓർ അഫോർഡഡ് ബൈ എനി കൈൻഡ് ഓഫ് ഹ്യൂമൻ ബീങ്. അതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എല്ലാ തരത്തിലും ഇപ്പം മറ്റുള്ള ഡിസിപ്ലിൻസിൽ എക്സൽ ചെയ്യുന്ന ആൾക്കാർക്കായാലും ഈ പറയുന്ന ഓൺലി ആഫ്റ്റർ ബീയിങ് ഹ്യൂമൻ ബീയിങ്സ് ദേ ക്യാൻ എക്സൽ ഇൻ ഓർ ദേ ക്യാൻ ഡിവോട്ട് ദെയർ അറ്റൻഷൻ ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സബ്ജക്ട്സ്. അപ്പോൾ അവിടെ എല്ലാ തരം ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഈ പറയുന്ന പോയട്രി ആണെന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. പോയട്രി ഈസ് ദ ബ്രത്ത് ആൻഡ് ഫൈനർ സ്പിരിറ്റ് ഓഫ് ഓൾ നോളജ്. അതുകൊണ്ടാണ് അതിന് എല്ലാ നോളജിൻ്റെയും പിന്നെ ശ്വാസവും ഫൈനർ സ്പിരിറ്റും ഒക്കെയും പോയട്രി ആണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇംപാഷൻഡ് എക്സ്പ്രഷൻ വിച്ച് ഈസ് ഇൻ ദി കൗണ്ടനൻസ് ഓഫ് ഓൾ സയൻസ്. അതുകൊണ്ട് തന്നെ എല്ലാ സയൻസിൻ്റെതായാൽ പോലും മുഖത്ത് എല്ലാത്തിൻ്റെയും ഒരു ഇംപാഷൻഡ് എക്സ്പ്രഷൻ, ഒന്നിനും ബയസ് ചെയ്യാതെയുള്ള ഒരു ഹ്യൂമാനിറ്റി ഇൻ ജനറൽ, അതിന് മുഴുവനും വേണ്ടി എഴുതപ്പെടുന്ന പോലത്തെ ഒരു എക്സ്പ്രഷൻ നമ്മൾക്ക് ഈ പോയട്രി അതിൽ കാണാൻ പറ്റുമെന്നാണ്. അപ്പോൾ പോയറ്റ് ഈസ് ദ റോക്ക് ഓഫ് ഡിഫെൻസ് ഫോർ ഹ്യൂമൻ നേച്ചർ, an upholder and preserver, carrying everywhere with him relationship and love. അതുകൊണ്ട് തന്നെ പോയറ്റിന് എന്തായിട്ടാണ് ഒരു റോക്ക് ഓഫ് ഡിഫെൻസ് ആണ്. അത് ഹ്യൂമൻ നേച്ചറിന് മുഴുവനും വേണ്ടിയാണ് അയാൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ആൻ അപ്ഹോൾഡർ ആൻഡ് പ്രിസേർവർ. അതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു ഹ്യൂമൻ നേച്ചറിനെ പ്രിസേർവ് ചെയ്യുന്നതും താങ്ങി നിർത്തുന്നതും അതിനെല്ലായിടത്തേക്കും വഹിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെയും ഈ പറയുന്ന പോയറ്റിന് പറ്റുന്ന കാര്യമാണ്, സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല റിലേഷൻഷിപ്പ്, ലവ്, ഇതിലെല്ലാം വിത്ത് ഹിം റിലേഷൻഷിപ്പ് ആൻഡ് ലവ്, എവ്രിവെയർ വിത്ത് ഹിം റിലേഷൻഷിപ്പ് ആൻഡ് ലവ്. ഇങ്ങനെ ഈ എല്ലാ ഹ്യൂമാൻ ഗ്രൗണ്ട്സിൽ പറയാൻ പറ്റുന്ന എല്ലാ എലിഗൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സും പോയറ്റിനോടും പോയട്രിയോടും ചേർത്താണ് വേർഡ്സ്വർത്ത് പറയുന്നത്. പിന്നെ പറയുന്നത് ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ഡിഫറൻസസ്, അതായത് സോയിൽ, ക്ലൈമറ്റ്, ലാംഗ്വേജ്, മാനർ, ലോസ്, കസ്റ്റംസ്, ഇതെല്ലാത്തിലും ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ poet binds together by passion and knowledge the vast empire of human society. നമുക്ക് തന്നെ അറിയാം ഒരു ഹ്യൂമൻ സൊസൈറ്റി ആസ് എ ഹോൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ്, എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടാവും. പക്ഷേ ഈ സ്വന്തം പാഷനും നോളജും കൊണ്ട് ഒരു ഹ്യൂമൻ സൊസൈറ്റീൻ്റെ വാസ്റ്റ് എംപയർ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു പോയറ്റിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന റെസ്പെക്റ്റീവ് ഓഫ് ഓൾ ദീസ് ഡിഫറൻസസ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ലാംഗ്വേജ് അറിയാത്ത പാട്ടുകൾ പോയി ഇപ്പോൾ നമുക്കൊരു ഫിലിം സോങ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അത് നമുക്ക് എന്തുകൊണ്ടാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? ദ റീസൺ ഈസ് ദിസ്. അതിലൊരു എവിടെയൊക്കെ യൂണിവേഴ്സൽ ടച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, അത് സംവെയർ വി ക്യാൻ ഫൈൻഡ് ഔട്ട് സം എലമെൻറ്റ്സ്. അതുകൊണ്ടാണ് ഹ്യൂമൻ സൊസൈറ്റി ആസ് ഇറ്റ് ഈസ് സ്പ്രെഡ് ഓവർ ദ ഹോൾ എർത്ത് ആൻഡ് ഓവർ ഓൾ ടൈം. അത് ആ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു ആശയം, സങ്കല്പം, അത് എല്ലായിടത്തും എപ്പോഴും പരന്നു കിടക്കുന്നതാണ്. ദ ഒബ്ജക്ട്സ് ഓഫ് ദി പോയറ്റ്സ് തോട്ട്സ് ആർ എവ്രിവെയർ, though eyes and senses of men, the objects of the poet's thoughts are everywhere. ഇവർക്ക് ഒബ്ജക്റ്റ് ആക്കാൻ പറ്റുന്ന തോട്ട്സ്, അതല്ലെങ്കിൽ ആ തോട്ടിൻ്റെ ഒബ്ജക്ട്സ്, തോട്ട് ഇവോക്ക് ചെയ്യുന്ന ഒബ്ജക്ട്സ് എല്ലായിടത്തും ഉണ്ട്. ദോ ഐസ് ആൻഡ് സെൻസസ് ഓഫ് മെൻ പോയറ്റ്സ് ഫേവറേറ്റ് ഗൈഡ്സ്. അപ്പോൾ ഈ പറയുന്ന ഐസും സെൻസസും ഒക്കെയാണ് ഒരു പോയറ്റിൻ്റെ ഫേവറേറ്റ് ഗൈഡ്സ്. എല്ലാവരും ഈ കാഴ്ചകളൊക്കെ കണ്ടാലും എല്ലാവർക്കും അത് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ. Yet he will follow wheresoever he can find an atmosphere of sensation in which to move wings. പക്ഷെ എന്താണ്, എവിടെയൊക്കെ പോയി ഇപ്പോൾ പുതിയ പുതിയ അനുഭവങ്ങൾ, കാഴ്ചകൾ, അങ്ങനെ ചിലവരൊക്കെ ഉണ്ട്. some people go in search of new experiences to make themselves cherished, so that later that will evoke in them some thoughts, ideas and feelings, and they can recreate in their writings. ഇങ്ങനെയുള്ള അത് മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്. സം ഓഫ് ദം ഡു നോട്ട് നീഡ് മച്ച്. വെറുതെ വീട്ടിലിരുന്ന് അതിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ തന്നെയും പോയട്രി വരുന്നവരുണ്ട്. സോ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. സ്കിൽസ്, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, വൈബ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കുമെങ്കിലും ഈ യൂണിവേഴ്സിൽ, അതായത് ചുറ്റുമുള്ള എന്തിനേയും തന്നിലേക്ക് ആകർഷിക്കാനും തനിക്ക് അത്
ഒരു തരത്തിൽ അതിൽ നിന്ന് റൈറ്റിങ്സ് കൊണ്ടുവരാനും അല്ലെങ്കിൽ അതിൽ നിന്ന് തൻ്റെ ക്രിയേറ്റിവിറ്റിയെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാനും ഇൻറ്റൻസിഫൈ ചെയ്യാനും ഒരു പോയറ്റിന് ഏത് പോയറ്റിനും പറ്റേണ്ടതാണെന്നാണ്. So poetry is the first and last of all knowledge, as immortal as the heart of man. ഒരു ഹ്യൂമൻ ഹാർട്ട് എന്നുള്ളതൊരു മെറ്റഫോറായിട്ട് എടുത്ത് എല്ലാ പാഷൻസിൻ്റെയും മെറ്റഫോറായിട്ട് എടുത്ത് അതിനോളം ഇമ്മോർട്ടലാണ് ഈ പറയുന്ന പിന്നെ പോയട്രിയും. അതുപോലെ ഇറ്റ്സ് എ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓഫ് ഓൾ നോളജ്. എല്ലാ അറിവുകളുടെയും ആദ്യവും അവസാനവും തുടക്കവും ഒടുക്കവും പോയട്രിയിലാണ്. അപ്പോൾ അതാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നതാണ്. Poet will lend his divine spirit to aid the transfiguration and will welcome the being thus produced as a dear and genuine inmate of the household of man. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, will lend his divine spirit to aid the transfiguration. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വരുന്ന ഒരു ട്രാൻസ്ഫിഗറേഷൻ എന്ത് ചെയ്യും, വെൽക്കം ചെയ്യുവാണ്. ദ ബീയിങ് ദസ് പ്രൊഡ്യൂസ്ഡ്, അതിൽ നിന്നുണ്ടാവുന്ന ഇത്തരം കാഴ്ചകളിൽ നിന്ന് അയാൾ എഴുതുന്ന കാര്യങ്ങളെ ഒരു പുതിയ ബീയിങ് അതായിട്ട് അങ്ങനെ വെൽക്കം ചെയ്യുകയും അത്രയും ഡിയർ ജെനുവിൻ ഇൻമേറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഹൗസ് ഹോൾഡ് ഫോർ ദി ഹൗസ് ഹോൾഡ് ഓഫ് മെൻ, അങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ആർക്കും വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും ആസ്വദിക്കാനും പറ്റുന്നതായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് പോയറ്റ് ഈ പറയുന്ന തങ്ങളുടെ റൈറ്റിങ്സ് ഒരു റീഡിംഗ് പബ്ലിക്കിന് മുന്നിൽ ഏൽപ്പിക്കുന്നത് എന്നാണ്. ലിറിക്കൽ ബാലഡ്സ് പാരഗ്രാഫ് നമ്പർ 19 onwards, explanation. Poetry composition. The poet speaks through the mouths of his characters. നമുക്കറിയാം ഇത് റൈറ്ററും അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഒരു വിധത്തിൽ പറയുന്നത് അവർ തന്നെയാണെന്ന്. അപ്പം പിന്നെ there are few persons of good sense, വേർഡ്സ്വർത്ത് കൺക്ലൂഷനാണ്, who would not allow that the dramatic parts of composition are defective in proportion as they deviate from the real language of nature and are colored by a diction of the poet's own, either individual or poets in general. അപ്പോൾ അവിടെ എന്താ പറയുന്നത്, there are a few persons of good sense who would not allow. There are few persons, അതായത് അവർ അംഗീകരിക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കൺക്ലൂഡ്. അതായത് ഡ്രാമാറ്റിക് പാർട്സ് ഓഫ് കമ്പോസിഷൻ ആർ ഡിഫക്റ്റീവ് ഇൻ പ്രപ്പോർഷൻ ആസ് ദേ ഡീവിയേറ്റ് ഫ്രം റിയൽ ലാംഗ്വേജ് ഓഫ് നേച്ചർ. റിയൽ ലാംഗ്വേജ് ഓഫ് നേച്ചറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്, ഒരു തരത്തിൽ ഡിഫക്റ്റീവ് ആയിരിക്കും എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് വേർഡ്സ്വർത്ത് എത്തുന്നത്. അപ്പോൾ അതിന് റീസൺ എന്ന് പറഞ്ഞാൽ അതായത് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുവാണ്, ദേ കളർ ദിസ് ഡിക്ഷൻ ഓഫ് ദി പോയറ്റ്, ദേ കളർ ദെയർ ഓൺ ഡിക്ഷൻ. എയ്തർ ഇൻഡിവിജ്വൽ കളറിങ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു പോയറ്റ്സ് ഇൻ ജനറൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തോട്ട് ടു ബി എ കൈൻഡ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് ഈസ് തോട്ട് ടു ബി ഇൻഹെറിറ്റഡ് ഓർ ക്യാരീഡ് ബൈ പോയറ്റ്സ്. ഇൻഹെറിറ്റ് ചെയ്ത് വരേണ്ടാവും എന്തൊക്കെയോ ഉണ്ട് പോയറ്റ്സിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാരുടെ ലൈഫ് ഡീൽ ചെയ്യുന്നതൊന്നും പോയറ്റ്സിൻ്റെ വിഷയങ്ങളാവാം, അങ്ങനെയുള്ളൊരു ഇൻസിസ്റ്റൻസ് ആവാൻ പാടില്ല എന്നുള്ളൊരു ഇൻസിസ്റ്റൻസ്, ഓൾ ദീസ് തിങ്സ് ആർ ദർ. അപ്പം അത് അങ്ങനെ ഡിഫക്റ്റീവ് ആക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലയെന്ന് പക്ഷേ അതിലൂടെ ഒരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റിലേക്ക് വരില്ല എന്നാണ്. എ ബോഡി ഓഫ് മെൻ who from their compositions being in meter, it is expected will employ a particular language. The body of men who from their composition being in meter, അപ്പോൾ മീറ്ററിലായാൽ മതിയല്ലോ. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് വിച്ച് വിൽ എംപ്ലോയ് എ പർട്ടിക്കുലർ ലാംഗ്വേജ്. അപ്പോൾ ആ മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് എംപ്ലോയ് ചെയ്തുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകുന്ന സിറ്റുവേഷൻസ് വരിക. അപ്പോൾ അതിനെയാണ് വേർഡ്സ്വർത്ത് കൺക്ലൂഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ളത് ഡിഫക്റ്റീവ് ആയിരിക്കും. അല്ലാത്ത ജെനുവിൻ ആയിട്ടുള്ള ട്രൂ ടു ലൈഫ്, ട്രൂ ടു ഹ്യൂമാനിറ്റി എഴുതുന്ന എല്ലാ പോംസും ഒരു മിനിമം ക്വാളിറ്റി എഷ്വർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ്. Now paragraph number 20. The poet is chiefly distinguished from other men by a greater promptness to think and feel without immediate external excitement. അതാണ് ഒരു മെയിനായിട്ട് പോയറ്റിനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കാര്യം എന്താണ്, അല്ലെങ്കിൽ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം, അതായത് ഒരു ഗ്രേറ്റ് പ്രോംപ്റ്റ്നെസ് ടു തിങ്ക് ആൻഡ് ഫീൽ, നന്നായിട്ട്
ചിന്തിക്കാനും ഒരു കാര്യം ഫീൽ ചെയ്യാനുമുള്ള ഒരു കഴിവ്. വിത്തൗട്ട് ഇമ്മീഡിയറ്റ് എക്സ്റ്റേണൽ എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ എപ്പോഴും അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഭയങ്കര, ഇപ്പോൾ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്ലാപ്പ് ഓർ ഫോൾ, അത് ആ സമയത്തുള്ള ഇമ്പാക്റ്റ് നമ്മൾ എത്ര വാക്കുകളിൽ വർണ്ണിച്ചു കഴിഞ്ഞാൽ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവണം. പക്ഷെ അതൊരു കവിക്ക് അത് ഏത് മൊമെൻറ്റിലും ഫീൽ ചെയ്യാനും അതിൻ്റെ ഇമ്മീഡിയറ്റ് എക്സൈറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ അതിനെ ഇമാജിൻ ചെയ്ത് റീക്രിയേറ്റ് ചെയ്യാനെല്ലാം പറ്റുമെന്നാണ്. ആൻഡ് എ ഗ്രേറ്റർ പവർ ഇൻ എക്സ്പ്രസിങ് സച്ച് തോട്ട്സ് ആസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഹിം ഇൻ ദാറ്റ് മാനർ. അപ്പോൾ എങ്ങനെയാണോ അത് പക്ഷേ എന്ത് തരത്തിലുള്ള തോട്ട്സിനെയും ഒരു നല്ല രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ, ഗ്രേറ്റർ പവർ ഇൻ എക്സ്പ്രസിങ് സച്ച് തോട്ട്സ് എന്നാണ്. അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടിയാണ് ഇവിടെ അപ്രീഷിയേറ്റഡ് ആവുന്നത്. ദീസ് പാഷൻസ്, തോട്ട്സ്, ഫീലിങ്സ് ജനറൽ ഓഫ് മെൻ. അത് ഈ പറയുന്ന പാഷൻസും തോട്ട്സും ഫീലിങ്സും ഒക്കെ പക്ഷേ എന്താണ്, ശരിക്കും അതെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള, ജനറൽ ടു ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. പക്ഷേ എന്താണ്, undoubtedly with our moral sentiments and animal sensations, and with the causes which excite these, with the operations of the elements and the appearances of the visible universe, with the storm and the sunshine, with the revolutions of the seasons, with the cold and heat, with the loss of friends and kindred, with the injustices and resentments, gratitude and hope, with fear and sorrow. ഇതെന്താണ്, ഇതൊരു ഈ സെൻസേഷൻസ് ഒക്കെയും ഇത് എക്സൈറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ മോറൽ സെൻറ്റിമെൻറ്റ്സും ആനിമൽ പാഷൻസും ഒക്കെയും ഈ പറയുന്ന എല്ലാ അതായത് കോസസ് വിച്ച് എക്സൈറ്റ് ദീസ്, ഇതൊക്കെ ഇതെല്ലാം ഈ പറയുന്ന സെൻറ്റിമെൻറ്റ്സോ പാഷൻസോ ഒക്കെ എക്സൈറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ഘടകങ്ങളാവാമെന്നുള്ളതാണ് ഈ വായിച്ച ലിസ്റ്റ് മുഴുവൻ. അതായത് അപ്പിയറൻസ് ഓഫ് വിസിബിൾ യൂണിവേഴ്സ്, സ്റ്റോം ആൻഡ് സൺഷൈൻ, revolutions of seasons, cold and heat, loss of friends and kindred. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരാവുന്ന എല്ലാ മനുഷ്യ തലത്തിലുള്ള എല്ലാ അനുഭവങ്ങളും ഏകദേശം അതിൻ്റെ പല രീതിയിൽ, അതിന് ഒരു ഓർഡറും കൂടിയല്ല. അതായത് ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ്സ് ഒന്നുമല്ല. സംടൈംസ് ഇറ്റ് ഈസ് ബോത്ത് ആർ പോസിറ്റീവ്സ്, സംടൈംസ് ഇറ്റ് ഈസ് ബോത്ത് ആർ നെഗറ്റീവ്സ്. അങ്ങനെ ഒരു ഇങ്ങനെ എല്ലാ മിക്സിങ്ങിലാണ്. ഒരിക്കലും ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹോപ്പ് എന്ന് പറയുമ്പോൾ രണ്ടും പോസിറ്റീവാണ്, ഫിയർ ആൻഡ് സോറോ രണ്ടും നെഗറ്റീവാണ്. അതേസമയം റെവല്യൂഷൻസ് ഓഫ് സീസൺസ് അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിട്ടുണ്ട്, കോൾഡ് ആൻഡ് ഹീറ്റ്. ഇത് ഏത് രീതിയിലുള്ള കോമ്പിനേഷൻ ആണെങ്കിലും അത് നമ്മളിൽ എന്തെങ്കിലും ഒരു പാഷനോ എക്സൈറ്റ്മെൻറ്റോ ഇവോക്ക് ചെയ്യും. സോ these and the like are the sensations of other men and the objects which interest them. അപ്പോൾ ഈ പറയുന്നതെല്ലാം ഒരിക്കലും ഒരു പോയറ്റിൻ്റെ മാത്രം പ്രിവിലേജ് ഒന്നുമല്ല. ഇതെല്ലാം എല്ലാവരും കാണുന്നതാണ്. ചൂടും തണുപ്പും കാലാവസ്ഥാ മാറ്റങ്ങളും നഷ്ടങ്ങളും സൗഹൃദങ്ങളും ബന്ധങ്ങളും പേടികളും അനിഷ്ടങ്ങളും വിശ്വാസം, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഒരിക്കലും ഒരു പോയറ്റിന് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റലം അല്ലാതെ. അപ്പോൾ ദ പോയിറ്റ് തിങ്സ് ആൻഡ് ഫീൽസ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഹ്യൂമൻ പാഷൻസ്. അതേസമയം തനിക്ക് അനുഭവിക്കാൻ പറ്റുന്നതും അതിനപ്പുറവുമുള്ള ഞാൻ അനുഭവിക്കാത്തതും അത് ഓർമ്മിച്ച് ഈ പറയുന്ന മിക്സിങ്ങിലേക്ക് വരുമ്പോഴാണ് ഒരു പോയറ്റായിട്ട്, അല്ലെങ്കിൽ ആ പോയറ്റിൻ്റെ സ്കിൽ അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത്. ഹൗ then can his language differ in any material degree from that of all other men who feel vividly and see clearly? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പെക്യുലർ ലാംഗ്വേജ്, അതായത് ഈ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ പോയറ്റിന് യൂസ് ചെയ്യാൻ അനുവദിക്കപ്പെടണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ then how can this language differ? How then can his language differ in any material degree from that of all other men? അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് എക്സ്പ്രസ് ചെയ്യുമ്പം പോയറ്റിന് അപ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് ഡിഗ്രി ഓഫ് ലാംഗ്വേജ് മെറ്റീരിയൽ വേണോ എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുമ്പം പോയറ്റിന് അതാണ്. അപ്പോൾ when expressing his feelings for his own gratification or that of men like himself, ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ, അതായത് എക്സ്പ്രസ്സിങ് ഹിസ് ഫീലിങ്സ്, ഒന്നിക്കിൽ അത് സ്വന്തം ഫീലിങ്സ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളാവാം. അവർ കഥകളിലും കവിതകൾ ഇവിടെ പോയട്രീൻ്റെ കോണ്ടെക്സ്റ്റിലാണ് കവിതകളിൽ എഴുതുക. ബട്ട് പോയറ്റ്സ് ഡു നോട്ട് റൈറ്റ് ഫോർ പോയറ്റ്സ് അലോൺ ബട്ട് ഫോർ മെൻ. അപ്പോൾ അതെന്താണ് ഈ പറയുന്ന ഈ ലാംഗ്വേജിനെ എൻഹാൻസ് ചെയ്യേണ്ട ആവശ്യകത ഇല്ലേ, അല്ലെങ്കിൽ അതുണ്ട് എന്ന് അസേർട്ട് ചെയ്യുന്ന ഒരു കണ്ടംപററി സെക്റ്റിൻ്റെ പോയറ്റ്സിൻ്റെ കൂടെയാണ് വേർഡ്സ്വർത്ത് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെയാണ് ഇങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ ഇവർ പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണം,
അവിടെ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഈ നാച്ചുറൽ കാര്യം ഒരു പോയറ്റ് അവരുടെ തന്നെ ഭാഷയിൽ എഴുതണം എന്ന് പറയുമ്പം അതിൽ പിന്നെ എവിടെയാണ് പുതുമ എന്നൊരു ആർഗ്യുമെൻറ്റ് വരും. അപ്പോൾ ആ പോയറ്റ്സിന് വേറൊരു സ്പെഷ്യൽ ലാംഗ്വേജ് വേണ്ടേ, അത് നമ്മൾ പറയുന്ന പോലത്തെ കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ളതാവണ്ടേ എന്ന് ചോദ്യം വരാം. അതിനുള്ള ആൻസറാണ് ഇവിടെ പറയുന്നത്. എന്താ, ഒരു പോയറ്റ് എഴുതുന്നത് പോയറ്റ്സിന് വേണ്ടി മാത്രമല്ല, അവർക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും. അതായത് അവർ ചിലപ്പോൾ എഴുതൂലായിരിക്കും, അവരൊരു അനുഭവങ്ങൾ കഴിഞ്ഞ് അത് അവിടെ തീരും. പക്ഷെ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ലിറ്ററേച്ചർ, വൈ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ us to enjoy literature? The reason is we come across some characters, their life, their moments. Some of their moments are those of ours, if not in the same spatial and temporal dimensions. നമ്മൾ അവർ ഉള്ള സ്ഥലങ്ങളിലായിരിക്കണം എന്നില്ല, അവരുള്ള പിന്നെ സമയങ്ങളോ അല്ലെങ്കിൽ അവരത് അനുഭവിക്കുന്ന ഏജിലോ ആയിരിക്കണം എന്നില്ല നമ്മൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കം അക്രോസ് ചെയ്യുന്നത്. നമ്മൾക്കതിന് ചുറ്റുമുള്ള കോസും റീസൺസും ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് അത് എവിടെയോ നമ്മളോ എവിടെയെങ്കിലും കേട്ടോ കണ്ടോ അറിയുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അനുഭവിക്കാൻ ഉള്ള അത് വരുമ്പോഴാണ് ഒരു പോയറ്റ് എത്രയും മറ്റുള്ളവർക്ക് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. പോയറ്റിന് എത്രമാത്രം സാധാരണ മനുഷ്യരെ ചിത്രീകരിക്കാൻ പറ്റുന്നു അതേ ഡെപ്തിൽ തിരിച്ച് അവരുടെ റൈറ്റിങ്സും മനസ്സിലാക്കാൻ പറ്റും. ഇഫ് ദേ ആർ റൈറ്റിംഗ് all time full time available factors of nature എല്ലാവർക്കും അവൈലബിൾ ആയതിന് പോയറ്റ് എഴുതുമ്പോൾ ദ പ്ലഷർ, അപ്പോൾ അതിൽ അഡ്വക്കേറ്റ് ചെയ്യുന്നത് ദ പ്ലഷർ വിച്ച് എറൈസസ് ഫ്രം ഹിയറിംഗ് വാട്ട് വി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ പോയറ്റ് മസ്റ്റ് ഡിസെൻഡ് ഫ്രം ദ സപ്പോസ്ഡ് ഹൈറ്റ്. അതാണ് ദ പ്ലഷർ വിച്ച് അറൈസസ് ഫ്രം ഹിയറിംഗ്. നമ്മൾക്ക് മനസ്സിലാവാത്തത്, ഡു നോട്ട് അണ്ടർസ്റ്റാൻഡാണ്, നമുക്ക് മനസ്സിലാവാത്തത് കേൾക്കുമ്പം അതിൽ നിന്ന് വരുന്ന ഒരു സന്തോഷം, ആ പ്ലഷർ എന്ന് പറയുന്ന ഒരു സാധനം. പക്ഷേങ്കിൽ വേർഡ്സ്വർത്തിൻ്റെ പ്രൊപ്പോസിഷൻ എന്താണ്? ദ പോയറ്റ് മസ്റ്റ് ഡിസെൻഡ് ഫ്രം ദിസ് സപ്പോസ്ഡ് ഹേറ്റ്. അപ്പം അതിലൂടെ ഒരുപാട് സന്തോഷമൊന്നും ഉണ്ടാവണമെന്നില്ല. ഇവിടെ ഒരു പോയറ്റ് എന്താണ് ചെയ്യേണ്ടത്? ദേ ആർ സപ്പോസ്ഡ്, ഇറ്റ് ഈസ് അബൌട്ട് കമ്മിങ് ഡൗൺ ടു സി ഡിസെൻഡ് ഫ്രം ദിസ് സപ്പോസ്ഡ് ഹേറ്റ് ഇൻ ഓർഡർ ടു എക്സൈറ്റ് റാഷണൽ സിമ്പത്തി. ഹി മസ്റ്റ് എക്സ്പ്രസ് ഹിംസെൽഫ് ആസ് അതർ മെൻ എക്സ്പ്രസ് ദംസെൽസ്. എങ്ങനെയാണ്? അപ്പോൾ പോയറ്റിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് പ്ലഷർ കിട്ടാൻ ആണെങ്കിൽ ആ പോയറ്റ് താഴേക്ക് ഇറങ്ങി സാധാരണക്കാരൻ്റെ ഭാഷയിൽ എഴുതിയേ തീരും. അല്ലെങ്കിൽ ഒരു റാഷണൽ സിമ്പത്തിയാണ് അവിടെ ഇവോക്ഡ് ആവേണ്ടത്. അല്ലാതെ ഈ പറയുന്ന വ്യക്തി വളരെ വലിയ നമ്മൾക്കൊന്നും മനസ്സിലാവാത്ത ലാംഗ്വേജിൽ എഴുതി അയാളുടെ ലാംഗ്വേജ് സ്കില്ല് മുഴുവനും ഈ റൈറ്റിങ്ങിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എപ്പോഴും നട്ടോറിയസ്ലി ഡിഫിക്കൽട്ട് പോയം എന്ന് പറയപ്പെടും ചിലപ്പം. അല്ലെങ്കിൽ അതിൻ്റെ ആ ലാംഗ്വേജിനെ പ്രകീർത്തിക്കപ്പെടും, അതിൻ്റെ ഒരു പവർ, ദ ലാംഗ്വേജ്, ദ കോമ്പീറ്റൻസ് ഓഫ് ദിസ് റൈറ്റർ. ബട്ട് അതിന് ഒരു പ്ലഷർ അഫോർഡ് ചെയ്യാനെങ്കിൽ പറ്റണമെങ്കിൽ ഈ പറയുന്ന സപ്പോസ്ഡ് ഹെയ്റ്റാണ്. അതൊരിക്കലും അത് ആട്രിബ്യൂട്ടഡ് ഹെയ്റ്റ് മാത്രമാണ്, അത് അംഗീകരിച്ചിട്ടില്ല. വേർഡ്സ്വർത്ത് ഹാസൻറ്റ് ആക്ച്വലി ടേക്കൺ ദാറ്റ് ഫോർ ഗ്രാൻറ്റഡ്. വേർഡ്സ്വർത്ത് എന്നല്ല, വേർഡ്സ്വർത്ത് അടങ്ങുന്ന അവരുടെ ഈ ലിറ്റററി സർക്കിൾ ഓഫ് റൊമാൻറ്റിസിസം that has not taken for granted, or it has not ratified that kind of a height or the elegance, privileges for poets. അതൊന്നും അവർ ചെയ്തില്ല. പക്ഷെ മറ്റുള്ളവർക്ക് അതിൻ്റെ ഒരു സ്ട്രിക്റ്റ് ബിലോങ്ങിങ് പറഞ്ഞത് ഒരു തരത്തിൽ അതിനെ സ്റ്റിക്കിങ് ഓണാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോയട്രി, ദ ലാംഗ്വേജ് ഷുഡ് ബി സംതിങ് ഇൻ ദാറ്റ് വേ, ദിസ് വേ. അത് ഇവിടെ ഒരു തരത്തിലും ആവശ്യമില്ല. മനുഷ്യനെ അവതരിപ്പിക്കുമ്പം മനുഷ്യൻ്റെ ഭാഷയിൽ എഴുതുക എന്നുള്ളതാണ് വേർഡ്സ്വർത്തിൻ്റെ സ്റ്റാൻഡ്. അതാണ് റൊമാൻറ്റിക് പോയട്രിയുടെയും സ്റ്റാൻഡായിട്ട് ഇവർ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലിറിക്കൽ ബാലഡ്സ്, പാരഗ്രാഫ് നമ്പർ 21 onwards. Poetry, a spontaneous outflow of powerful feelings. It takes its origin from emotions recollected in tranquility. Now he gives the very famous definition of poetry. It's a spontaneous overflow of powerful feelings. It takes its origin from emotions recollected in tranquility. അതാണ് എപ്പോഴോ ഉള്ള നമുക്ക് തോന്നിയ ഇമോഷൻസ് അതിനെ ട്രാൻക്വിലിറ്റിയിൽ, അതായത് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ അതിനെ റീകലക്ട് ചെയ്യുന്ന ആ ഒരു ഇതിൽ വരുന്നതാണ് പോയട്രി. അത് ആ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സുമാണ്. പക്ഷേങ്കിൽ ആ ഒറിജിൻ എപ്പോഴാണ് ഉണ്ടാവുക? ഫ്രം ദ ഇമോഷൻസ് റീകലക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. ആ ഫീലിങ്സിനെ ഇമോഷൻസാക്കി സൂക്ഷിച്ച് അത് സമാധാനപരമായുള്ള അന്തരീക്ഷത്തിൽ വളരെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ റീകലക്ട് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റിലാണ് ഒരു പോയിട്രി ഒറിജിനേറ്റ് ചെയ്യുക. ദ ഇമോഷൻ ഈസ് contemplated till by a species of reaction the tranquility gradually disappears and an emotion kindred to that which was before the subject of contemplation
is gradually produced and does itself actually exist in mind. അപ്പോൾ ഇവിടെ ആ ഇമോഷൻ എന്ത് ചെയ്യുവാണ്, കണ്ടംപ്ലേറ്റ് ചെയ്തിങ്ങനെ അതിനെപ്പറ്റി വീണ്ടും ആലോചിച്ചും അതിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഒന്ന് കിടക്കും. അപ്പോൾ അതിനെന്ത് ബൈ സ്പീഷീസ് ഓഫ് റിയാക്ഷൻ ദ ട്രാങ്കുലിറ്റി ഗ്രാജുവലി ഡിസപ്പിയേഴ്സ്. പെട്ടെന്നൊരു തരത്തിലുള്ള എഴുതാനുള്ളൊരു വ്യഗ്രത വരും. ആ ട്രാങ്കുലിറ്റി പീസ് ഓഫ് മൈൻഡ് ഇങ്ങനെ ഡിസപ്പിയർ ചെയ്ത് മെല്ലനെ പോകും. ആൻഡ് ആൻ ഇമോഷൻ കിൻഡേർഡ് ടു ദാറ്റ് വിച്ച് വാസ് ബിഫോർ ദ സബ്ജക്റ്റ് ഓഫ് കണ്ടംപ്ലേഷൻ. പിന്നെ എന്ത് ചെയ്യും, പെട്ടെന്നൊരു ഇമോഷൻ തോന്നും. അതായത് ഏകദേശം സാമ്യം ഏതിനോടുണ്ടാവും, വിച്ച് വാസ് ബിഫോർ ദ സബ്ജക്റ്റ് ഓഫ് കണ്ടംപ്ലേഷൻ ഈസ് ഗ്രാജുവലി പ്രൊഡ്യൂസ്ഡ്. അപ്പം ഇതിന് മുന്നേ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ ഇട്ടുകൊണ്ട് നടന്ന ആ ഇമോഷനുമായിട്ട് വളരെ സാമ്യമുള്ള വല്ലാത്തൊരു തരം ഇമോഷനിലേക്ക് മൈൻഡ് പോകും. ഈസ് ഗ്രാജുവലി ആൻഡ് ഡസ് ഇറ്റ് സെൽഫ് actually exist in mind. അപ്പോൾ is gradually produced and does itself actually exist in mind in this mood. അപ്പോൾ എന്നിട്ട് അതിങ്ങനെ അത് ഇത്രയും നേരം മൈൻഡിൽ ഉണ്ടായിരുന്നു, അത് വീണ്ടും ഒന്നിങ്ങനെ റീഫ്രഷ്ഡ് ആയ പോലെ അല്ലെങ്കിൽ വീണ്ടും അതിനെ റീകളക്ട് ചെയ്യാൻ പറ്റിയ പോലെ തോന്നും. അപ്പോൾ ഇൻ ദിസ് മൂഡ്, ഈ പറയുന്നൊരു അവസ്ഥയിലാണ് സക്സസ്ഫുൾ കമ്പോസിഷൻ ജനറലി ബിഗിൻസ്. ആൻഡ് ഇൻ എ മൂഡ് സിമിലർ ടു ദിസ് it is carried on, the mind will upon the whole be in a state of enjoyment. അപ്പോൾ ഈ സക്സസ്ഫുൾ കമ്പോസിഷൻ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു മൂഡ് ഓഫ് സിമിലർ ടു ദിസ് ഇറ്റ് ഈസ് ക്യാരിഡ് ഓൺ. ഇങ്ങനെ അതിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ അതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് മൈൻഡ് വിൽ അപ്പോൺ ദ ഹോൾ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് എൻജോയ്മെൻറ്റ്. അങ്ങനെ ആ ഒരു ഇറിറ്റേഷൻ പിന്നെ അത് കമ്പോസ് ചെയ്യുന്നവരെയും അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരെയും ആ മൈൻഡ് ഇങ്ങനെ എന്താണ് വല്ലാത്തൊരു കലുഷിതാവസ്ഥ. അപ്പോൾ അതിങ്ങനെ വൺസ് ദ കമ്പോസിഷൻ സ്റ്റാർട്ട്സ് ഇറ്റ് ബിക്കംസ് ഇൻ എ വേ ഹാപ്പി ആൻഡ് പീസ്ഫുൾ അഗെയിൻ. പിന്നെ പോയിന്റ് whatever passions he communicates to his reader, those passions, if his reader's mind be sound and vigorous, should always be accompanied with an overbalance of pleasure, indistinct perception. അപ്പോൾ അവിടെ എന്താണ്, ഏത് തരം പാഷൻ ആയിക്കോട്ടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റീഡറിന്, ദോസ് പാഷൻസ് ഇഫ് ദ റീഡേഴ്സ് മൈൻഡ് ബി സൗണ്ട് ആൻഡ് വിഗറസ്. അത് ആ റീഡേഴ്സിൻ്റെ മൈൻഡും കുറച്ചും കൂടി സൗണ്ട് എന്ന് പറയുമ്പോൾ വളരെ പീസ്ഫുള്ളി ഒരു ലിറ്റററി വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനും വായിക്കാനുള്ളൊരു മൈൻഡ് സെറ്റിലാണെങ്കിൽ എന്താണ്, ഷുഡ് ഓൾവേസ് ബി അക്കമ്പനീഡ് വിത്ത് ആൻ ഓവർ ബാലൻസ് ഓഫ് പ്ലഷർ ഇൻഡിസ്റ്റിങ്ക്റ്റ് പെർസെപ്ഷൻ. ഇനി വരുന്ന അതായത് ആ ഒരു ഓവർ ബാലൻസ് ഓഫ് പ്ലഷർ അതിന് എന്ത് ചെയ്യണം, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മൈൻഡുള്ള റീഡറും കൂടിയാണെങ്കിൽ ദിസ് ആർട്ടിസ്റ്റിക് പ്രോസസ് ആൻഡ് ഇറ്റ്സ് റീഡിങ് എൻജോയ്മെൻറ്റ് വിൽ ബി റിയലി ഡെഫിനറ്റ്ലി വിൽ ബി സംതിങ് മാർവലസ്. റിന്യൂഡ് ഓഫ് ലാംഗ്വേജ് ക്ലോസ്ലി റിസംബിളിങ് ദാറ്റ് ഓഫ് റിയൽ ലൈഫ്. ആ റിന്യൂഡ് ലാംഗ്വേജ് എന്തായിരിക്കും, എന്തൊക്കെ എങ്ങനെ പറഞ്ഞാലും അത് റിയൽ ലൈഫുമായിട്ട് നല്ല രീതിയിലൊരു റിസംബ്ലൻസ് നമുക്ക് കാണാൻ പറ്റും. ദെൻ കോംപ്ലക്സ് ഫീലിംഗ് ഓഫ് ഡിലൈറ്റ്, ഇറ്റ്സ് യൂസ്ഫുൾ ഇൻ tempering the painful feelings always found intermingled with powerful descriptions of deeper passions. ഇവിടെ എന്താണ്, കോംപ്ലക്സ് ഫീലിങ്സ് ഓഫ് ഡിലൈറ്റ്. ഈ ഡിലൈറ്റ് തരുന്ന കോംപ്ലക്സ് ഫീലിംഗ് അതെന്ത് ചെയ്യും, അത് ഒരു തരത്തിൽ യൂസ്ഫുൾ ആയിരിക്കും. ടെമ്പറിങ് ദ പെയിൻഫുൾ ഫീലിങ്സ് always found. See, this tempering the painful feelings always found intermingled with the powerful descriptions of deeper passions. അപ്പോൾ ഇതിന് ഒരു തരത്തിൽ ഈ പവർഫുള്ളായ ഡിസ്ക്രിപ്ഷൻസും ഡീപ്പർ പാഷൻസും ഒക്കെ ഇൻ്റർമിങ്കിൾ ചെയ്ത് വരുമ്പോൾ now the music of harmonious metrical language, let me read the paragraph. Now the music of harmonious metrical language, the sense of difficulty overcome and the blind association of pleasure which has been previously received from works of rhyme or meter of the same or similar construction, and in an indistinct perception perpetually renewed of language closely resembling that of real life, and yet in the circumstance of meter differing from it so widely, all these imperceptibly make up a complex feeling of delight which is of the most important use in tempering the painful feeling always found intermingled with the powerful description of these deeper passions. This effect is always produced in pathetic and impassioned poetry of two descriptions, either passion
manners or character, each of them. Prose, verse, അത് will well execute, അതായത് പറയുന്നത് പ്രോസിലും വേഴ്സിലും വെൽ റെഡ് വൺസ്. പ്രോസിൽ ചിലപ്പോൾ ഒരിക്കൽ വായിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന പിന്നെ ഇതൊക്കെ വെൽ എക്സിക്യൂട്ടഡ് ആണ്. വേഴ്സിലാണെങ്കിൽ വിൽ ബി റെഡ് 100 times എന്നാണ്. സി ദാറ്റ് ഈസ് all that is necessary to say. However, upon this subject may be affected by affirming what few persons will deny, that of two descriptions either of passions, manners or characters, each of them equally well executed, the one in prose and the other in verse. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് പിന്നെ പാഷനും മാനേഴ്സും ക്യാരക്ടറും ഒക്കെ അത് പ്രോസിലാണെങ്കിൽ പിന്നെ അത് ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കും വായിക്കപ്പെടുക. അതേസമയം പോയട്രിയിലാണെങ്കിൽ അതിന് 100 times വായിക്കപ്പെടും. അപ്പോൾ വേറൊരു ടൈപ്പ് ജാനയെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്തായാലും പോയട്രിയാണ് വേർഡ്സ്വർത്തിൻ്റെ ഏരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള ഈ ഒരു 2 കാര്യങ്ങൾ. ഒന്നെന്ന് പറയുമ്പോൾ ഈ റിന്യൂഡ് ഓഫ് ലാംഗ്വേജ് ക്ലോസ്ലി റിസംബിളിങ് ദാറ്റ് ഓഫ് റിയൽ ലൈഫ് എന്ന് പറയുന്ന 2-3 മിക്സ്ചേഴ്സ് ഉണ്ട്. അതായത് കോംപ്ലക്സ് ഫീലിംഗ് ഓഫ് ഡിലൈറ്റും അത് പിന്നെ പെയിൻഫുൾ ഫീലിങ്സിനെ അതുപോലെ തന്നെ ഇൻ്റർമിംഗിൾ ചെയ്യുന്നത് പവർഫുൾ ഡിസ്ക്രിപ്ഷൻസും ഡീപ്പർ പാഷൻസ് ഇതൊക്കെ കൂടി ഒരു ഇഫക്റ്റാണ്. ഇൻ എഫക്റ്റ് ഈസ് ഓൾവേസ് പ്രൊഡ്യൂസ്ഡ് ഇൻ പത്തറ്റിക് ആൻഡ് ഇംപാഷൻഡ് പോയട്രി. അപ്പോൾ ഒരു തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്കും ഇത് വായിച്ചെടുക്കാൻ പറ്റും. കാരണം ഇതൊന്നും ഈ പറയുന്ന അവസ്ഥകളിലൂടെ കടന്നു വരാത്ത മനുഷ്യ മനസ്സുകളില്ല. അതുകൊണ്ടത് റീഡബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ആസ്വാദികരവുമായിരിക്കും. ദാറ്റ് വിൽ ബി എൻജോയ്ഡ് ബൈ എ majority of human beings. Now paragraph number 22. Power of any art is limited. We not only wish to be pleased but to be pleased in that particular way in which we have been accustomed to be pleased. അതാണ്. അപ്പോൾ ഇവിടെ പവർ ഓഫ് എനി ആർട്ട് ഈസ് ലിമിറ്റഡ്. ഒരു പ്രശ്നം എന്താണ്, വി നോട്ട് ഓൺലി വിഷ് ടു ബി പ്ലീസ്ഡ്. നമുക്ക് സന്തോഷിച്ചാൽ മാത്രം പോരാ, പക്ഷേ ഏത് വഴിയിലൂടെ സന്തോഷം, ഒരു പർട്ടിക്കുലർ വേ ഉണ്ട്. അത് നമ്മളെപ്പോഴും യൂസ്ഡ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സന്തോഷം, അതായത് പർട്ടിക്കുലർ വേ ഓഫ് ബീയിങ് ഹാപ്പി ഓർ പ്ലീസ്ഡ്, അതിലൂടെ തന്നെ പിന്നെ സന്തോഷം കണ്ടെത്തുമ്പോഴാണ് ഒരു പ്രത്യേകതരം അത് മാക്സിമം ഒരു പ്ലഷർ തരുന്നതെന്ന്. അപ്പോൾ ഇൻ ഓർഡർ ടു എൻറ്റയർലി ടു എൻജോയ് ദ പോയട്രി വിച്ച് ഐ am recommending, it would be necessary to give up much of what is ordinarily enjoyed. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോയട്രി പിന്നെ ഈ ഓർഡിനറിലി എൻജോയ്ഡ് എന്ന് പറയുന്നത് എന്താണ്, സാധാരണ ഒരു പോയട്രിയിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുക, യു പ്രിഫർ സം കൈൻഡ് ഓഫ് എൻ എലിവേറ്റഡ് സ്റ്റൈൽ, സം കൈൻഡ് ഓഫ് വെരി ടഫ് മെറ്റഫേഴ്സ്, സം ടഫ് കമ്പോസിഷൻസ്. ഇതൊന്നും ചിലപ്പം എനിക്ക് അതൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മാത്രം ഞാൻ ഈ പറയാൻ പോകുന്ന തരത്തിലുള്ള പോയട്രി നിങ്ങൾക്ക് ചിലപ്പം ആസ്വദിക്കാൻ തന്നെ പറ്റുള്ളൂ എന്നാണ്. So it is possible for poetry to give other enjoyments of a purer, more lasting and more exquisite nature. അതുകൊണ്ടാണ് തൻ്റെ കണ്ടംപററീസ് പറയുന്നതിൻ്റെ അപ്പുറമുള്ള മറ്റു പലതരത്തിലുള്ള ഒരു എൻജോയ്മെൻറ്റും ഈ പോയട്രീസിൽ നടക്കും, അല്ലെങ്കിൽ അതിന് പോസിബിളാണ്. അപ്പോൾ ഇനി if my purpose were fulfilled, a species of poetry would be produced which is genuine poetry in its nature, well adapted to interest mankind permanently and likewise important in the multiplicity and quality of its moral relations. അപ്പം ഇങ്ങനെയുള്ളൊരവസ്ഥ കൊണ്ട് മാൻകൈൻഡിനെ ഇങ്ങനെ ഇതൊക്കെയും ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്ന ഈ രീതിയൊക്കെ ഫുൾഫിൽഡ് ആണെങ്കിൽ എന്താണ്, ഒരു സ്പീഷീസ് ഓഫ് ജെനുവിൻ പോയട്രി ദാറ്റ് വിൽ കം in its nature, well adapted to interest mankind permanently. നിങ്ങൾ മാൻകൈൻഡിന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അഡാപ്റ്റ് ചെയ്യാൻ അതിനോട് പറ്റും, അതിന് ചേർന്ന് പോകാൻ പറ്റുന്നതും പിന്നെന്താണ്, ഒരു മൾട്ടിപ്ലിസിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് മോറൽ റിലേഷൻസ്. ഇമ്പോർട്ടൻ്റ് ഇൻ മൾട്ടിപ്ലിസിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് മോറൽ റിലേഷൻ. ഒരുപാട് തലങ്ങളിൽ അതിനെ മോറൽ ആയിട്ടുള്ള രീതിയിലുമൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ക്വാളിറ്റി അത്രയും നല്ലതായിരിക്കും. പിന്നെ റീഡർ വിൽ പെർസീവ് the object which I had in view. The വേർഡ്സ്വർത്ത് പറയുകയാണ്, റീഡർ വിൽ പെർസീവ് ദ ഒബ്ജക്റ്റ് വിച്ച് ഐ ഹാഡ് ഇൻ വ്യൂ, ഹി വിൽ ഡിറ്റർമൈൻ ഹൗ ഫാർ ഇറ്റ് ഹാഡ് ബീൻ അറ്റെയിൻ. ആൻഡ് ഒന്നാമത്തത് എത്രമാത്രം ഞാനിത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ന്യൂ റൊമാൻറ്റിക് സ്റ്റൈൽ ഓഫ് പോയട്രി അച്ചീവ് ചെയ്തിട്ടുണ്ട് റീഡറിന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പിന്നെ വെദർ ഇറ്റ് ബി വർത്ത് അറ്റെയിനിങ്, ഇനി അത് അറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർത്തി ആയിരുന്നു എന്ന് അവർക്ക് പറയാൻ പറ്റും. ആൻഡ് അപ്പോൺ ദ ഡിസിഷൻ ഓഫ് ദീസ് ടു ക്വസ്റ്റ്യൻസ് വിൽ റെസ്റ്റ് മൈ ക്ലെയിം ടു ദി അപ്രൊബേഷൻ ഓഫ് ദി
പബ്ലിക്. ഈ പറയുന്ന രണ്ടിലൂടെയാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു എൻ്റെ ക്ലെയിമിന്, അതായത് ഈ പബ്ലിക്കിനോട് ഞാൻ നടത്തുന്ന ഈ ക്ലെയിംസ് അല്ലെങ്കിൽ ഈ ആർഗ്യുമെൻറ്റ്സ്, ഈ പറയുന്ന എൻ്റെ വാദങ്ങൾ അതിനെത്രമാത്രം വാലിഡിറ്റി ഉണ്ട് എന്ന് ആ രണ്ട് ഡിസിഷൻ അവർ ഡിസൈഡ് ചെയ്യുന്നതിലൂടെയാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു രൂപം വരിക എന്നാണ് പറഞ്ഞുകൊണ്ടാണ് വേർഡ്സ്വർത്ത് നിർത്തുന്നത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് ലിറിക്കൽ ബാലഡ്സ്, പ്രിഫസ് ടു ലിറിക്കൽ ബാലഡ്സ് ബൈ വില്യം വേർഡ്സ്വർത്ത്.